വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. നമ്മുടെ ആനുവൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ബിക്കോസ് ഓരോ ക്വസ്റ്റ്യൻസും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ബേസിക് സയൻസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ന്യൂസ് റിപ്പോർട്ട് ഇതാ നമ്മുടെ ഡയാലിസിസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ഡയാലിസിസ് ഈസ് എ ട്രീറ്റ്മെന്റ് ഫോർ വിച്ച് പേഷ്യൻസ്? അല്ലെ, ഏത് രോഗികൾക്കുള്ള ചികിത്സാ രീതിയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്? അപ്പൊ നമുക്കറിയാം, നമ്മുടെ കിഡ്നി ഫെയിലിയറുമായിട്ട് ബന്ധപ്പെട്ട്, വൃക്ക രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കിഡ്നി പേഷ്യൻസ് ആണ്. അല്ലെ, കിഡ്നി പേഷ്യൻസിനെയാണ്, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ് നമ്മളുടെ ഡയാലിസിസ് എന്ന് പറയുന്നത്. സോ വൃക്ക രോഗികളാണ്. അല്ലെ, വൃക്ക രോഗികൾ അല്ലെങ്കിൽ വൃക്ക രോഗം നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. കഴിഞ്ഞിട്ടില്ല, ബി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാം ആണ് ഇത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓരോ ഡയഗ്രാം തന്നിട്ട് ലേബൽ ചെയ്യാനായിട്ട് നമ്മളോട് എന്തായാലും എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ടായിരിക്കും. ഏത് ഡയഗ്രാം ആണെങ്കിലും മക്കളെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ നെയിം ഓഫ് ദ പാർട്സ് മാർക്ക്ഡ് 1 and 2 ഇൻ ദ പിക്ചർ. അല്ലെ, ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? ആർട്ടറി, വെയിൻ ആൻഡ് റീനൽ ട്യൂബൂൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 3 ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. 1 and 2 നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. അല്ലെ, ഇപ്പൊ വൃക്കാധമനി, വൃക്കാസിര, മൂത്രവാഹി എന്നിവ തന്നിട്ടുണ്ട്. ആ 1, 2 എന്ന് കാണുന്നത് എന്താണെന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പയർമണിയുടെ ആകൃതി ഉള്ളത് എന്താണ്? അതാണ് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ വൃക്ക നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ യൂറിനറി ബ്ലാഡർ ആയിരുന്നു. അല്ലെ, മൂത്രാശയമാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അത് നമ്മൾ മാർക്ക് ചെയ്തേക്കുക. കഴിഞ്ഞിട്ടില്ല, മൂന്നാമത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. മനുഷ്യ ശരീരത്തിലെ മറ്റു വിസർജന അവയവങ്ങൾ ഏതെല്ലാം? വാട്ട് ആർ അതർ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ ഹ്യൂമൻ ബോഡി? അല്ലെ, ഇപ്പൊ നമുക്കറിയാം, വൃക്കയാണ്, കിഡ്നിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസർജന അവയവം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏതൊക്കെയാണ് മറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്നാണ് നമ്മൾ എടുത്ത് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആൻസർ ആയിട്ട് എന്തൊക്കെ പറയാൻ പറ്റും? നമ്മുടെ ശ്വാസകോശം പറയാൻ പറ്റും, നമുക്ക് കരള് പറയാൻ പറ്റും, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സ്കിൻ, അല്ലെ, ത്വക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പൊ സ്കിൻ പറയാം, ലിവർ പറയാം, അതേപോലെ തന്നെ നമ്മുടെ ലങ്സും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഉത്തരമായിട്ട് ഓർത്തു വെക്കുക മനസ്സിൽ. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. നമ്മുടെ മദർ, അല്ലെ, അമ്മ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഫിഷ് ഒക്കെ വാങ്ങി വന്നിട്ട് പറയുവാണ്, ഈ ഫിഷ് ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? നന്നായിട്ട് വാഷ് ചെയ്യേണ്ടതുണ്ട്. കാരണം അതിനകത്ത് ഏതോ ഒരു കെമിക്കൽ ഉണ്ട് എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്താണ്? നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല, ഐസിട്ട മത്സ്യമാണ്. അല്ലെ, അപ്പൊ അത് ശരിയാണോ? ഈ ഒരു സംശയം, അമ്മയുടെ ഈ ഒരു ഡൗട്ട് ശരിയാണോ എന്നാണ് നമ്മളെടുത്ത് ആദ്യം ചോദിച്ചിട്ടുള്ളത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദെൻ എന്താണ്? വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും റീസൺ? നമ്മൾ യെസ് എന്നാണ് പറയുന്നതെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. അല്ലെ, അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു ഫിഷ്, അല്ലെ, കേടുകൂടാതെ ഒരുപാട് നാൾ നിൽക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും? ഓക്കെ, സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം, അല്ലെ, ആദ്യത്തെ ഒരു ആൻസർ എന്ന് പറയുന്നത് യെസ്, ഡെഫിനറ്റ്ലി എന്താണ്? നമ്മളെ യെസ് എന്ന് പറയണം, അല്ലെങ്കിൽ ശരിയാണ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ അവിടെ പറയണം. കാരണം മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന ഐസൊക്കെ ഇട്ടിട്ടുള്ള ഫിഷ് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അല്ലെ, നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മീൻ അല്ലെങ്കിൽ ഫിഷ് ഒക്കെ കേട് കൂടാതിരിക്കാനായിട്ട് അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഐസിന്റെ കൂട്ടത്തിൽ തന്നെ കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. അല്ലെ, അങ്ങനെ ആഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു. ഓർക്കുക നിങ്ങൾ, അമോണിയം ക്ലോറൈഡ്, NH4Cl അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ, ഒരു രാസവസ്തു എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന നമ്മുടെ ഫിഷ് ഒന്നും കേടുകൂടാതിരിക്കാനായിട്ട്, അല്ലെ, ഒരുപാട് കാലം ഇങ്ങനെ നിൽക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഐസിന്റെ കൂട്ടത്തിൽ നമ്മൾ ഐസൊക്കെ ഘനീഭവിപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഉണ്ടല്ലോ, നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഫിഷ് ഒക്കെ ഒരുപാട് കാലം എന്താണ് ചീത്തയാവാത്ത രീതിയിലൊക്കെ കിടക്കുന്നത്. എന്നാൽ അത് നമ്മുടെ വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണമായിട്ട് നമ്മൾ ഫിഷ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കും. പ്രധാനമായിട്ടും പറയുവാണെങ്കിൽ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ക്യാൻസറിന്, അല്ലെ, അർബുദത്തിന് കാരണമാക്കുന്ന ഒരു കെമിക്കൽ കൂടെയാണ് ഈ പറയുന്ന ആള്. അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് എന്ത് ചെയ്യണം എന്ന് പറയുന്നത്? നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട്, അല്ലെ, വേവിച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നത്. അല്ലെ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള മെത്തേഡ്സ് ആയിരുന്നു. അവിടെ ഒരുപാട് എണ്ണം നമുക്ക് പറയാൻ പറ്റും. നമുക്ക് എന്താണ്? യെസ്, ഡ്രൈഡ്, അല്ലെ, അതായത് ഉണക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. സോൾട്ടഡ്, അല്ലെ, നമുക്ക്
ഉപ്പിലിട്ടിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും, അച്ചാറിട്ടിട്ട് അല്ലെ പിക്കിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, റെഫ്രിജറേറ്ററിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ എഴുതി കൊടുക്കാം. അപ്പൊ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, അമോണിയം ക്ലോറൈഡ് NH4Cl അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് എന്ന് തന്നെ എഴുതുക. ആ ഒരു പോയിന്റ് മറക്കരുത്. അതാണ് നമ്മൾ എന്തിന് കാരണമാവെന്ന് പറയുന്നത്, നമുക്ക് അസുഖങ്ങൾ വരാനായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്യാൻസറിനൊക്കെ കാരണമാവുന്ന ഒരു രാസവസ്തു എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ മക്കൾ ഓർത്ത് വയ്ക്കുക. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു ചോദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. നമ്മൾ കിഡ്നീനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും നല്ലൊരു വിസർജന അവയവമാണ് എന്ത്, നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. അപ്പൊ കിഡ്നിയുടെ ഷേപ്പ്, നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള നമ്മുടെ വൃക്കയുടെ ഷേപ്പ് എന്താണ്, ആകൃതി എന്താണ് എന്നുള്ളത് മക്കൾ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടേക്കുക. നല്ല അടിപൊളിയായിട്ട് നാളത്തെ എക്സാം എഴുതുക, ഉഷാറായിട്ട് പൊളിച്ച് തന്നെ എഴുതാടാ. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ മക്കൾക്കും മിസ്സിന്റെ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.